നിങ്ങൾ മെഡിറ്റേഷനെ പറ്റി കേട്ടിട്ടില്ലേ? പലരും പറയുന്നൊരു കാര്യമാണ്, മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നതെല്ലാം ഇല്ലാതാവും. ശരിക്കും മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതെ ആവുകയാണോ ചെയ്യുന്നത്? നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഒരുപക്ഷെ ബ്രീത്ത് ആവാം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്പോട്ടോ വൈറ്റ് സ്പോട്ടോ എന്തെങ്കിലും നമ്മുടെ മുൻപിൽ കാണുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കാവാം ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചിലപ്പോൾ അടുക്കളയിൽ അമ്മ കുക്ക് ചെയ്യുന്ന സമയത്ത് മണം വരുന്നുണ്ടാവും, പുറത്തുകൂടെ വണ്ടികൾ പോകുന്നുണ്ടാവും, മറ്റു പല ശബ്ദങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇതിനിടയിൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ആ ഡൈവേർഷൻ ഒഴിവാക്കി ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കുകയല്ല, നമുക്ക് നെഗറ്റീവ് തോട്ട്സിലുള്ള നമ്മുടെ ഫോക്കസ് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഫോക്കസ് ആണ് അത് വർദ്ധിപ്പിക്കുന്നത്, അല്ലാതെ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ കളയുകയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും. ഇതേപോലെയുള്ള സെൽഫ് ഹെൽപ്പ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ടിപ്സിന് വേണ്ടി ഡു ഫോളോ ബിജുൽ ബിന്ദു ബാബു.